നേപ്പാളിൽ നിന്ന് തിബറ്റിലേക്കുള്ള മാർഗമുള്ള ദുലിക്കേൽ എന്ന ഗ്രാമം അതിൻ്റെ ആന്തരിക ചൈതന്യങ്ങളെ അടുത്തടുത്തറിയുമ്പോൾ ശരിക്കും ഹിമാലയത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെ തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഹിമാലയത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെ നന്നായി മനസ്സിലാക്കുവാനാകുന്ന ഒരു പ്രദേശമാണ് നേപ്പാളും ടിബറ്റും. നേപ്പാളിലെ ഈ ദുലിക്കേൽ എന്ന ഗ്രാമത്തിന് ഒരു ആന്തരിക ചൈതന്യമുണ്ട്, ഒരു കാവലാളുണ്ട്. അത് ശ്വേതഭൈരവനാണ്. ആരാണ് ശ്വേതഭൈരവൻ? മഹാദേവൻ തന്നെയാണ് ഭൈരവ സ്വരൂപത്തിൽ നിൽക്കുന്നത് എങ്കിലും കുട്ടിയായിട്ടുള്ള ചെറിയ രൂപത്തിലുള്ള ബാലഭൈരവനെയാണ് സാധാരണ ശ്വേതഭൈരവൻ എന്ന് പറയാറ്. എന്നാൽ അതേസമയം എല്ലാ തിന്മകൾക്കെതിരെയും ആഞ്ഞടിക്കുന്ന ശക്തി സ്വരൂപത്തെയും ശ്വേതഭൈരവൻ എന്ന് പറയാറുണ്ട്. ദുലിക്കേലിന്റെ കാവലാളായ ശ്വേതഭൈരവനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകുമല്ലോ എന്നുള്ള അന്വേഷണം ഞങ്ങളെ കൊണ്ടെത്തിച്ചത് കടപ്പു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പണ്ട് കാലത്ത് ശ്രീകണ്ഠേശ്വർ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശം, അങ്ങനെ ഒരു ഗ്രാമം ശ്രീകണ്ഠപൂർ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശത്ത് 3 തട്ടുകളോടുകൂടി ഞങ്ങളൊരു ചെറിയ ശ്രീകോവിൽ കാണാണ്. അവിടെ മൂർത്തിയൊന്നും കാണാനില്ല. എന്തുകൊണ്ടാവും മൂർത്തിയെ കാണാത്തത് എന്നുള്ള അന്വേഷണത്തിലാണ് ശ്വേതഭൈരവൻ അത്യുഗ്ര ചൈതന്യമുള്ളൊരു മൂർത്തിയായിട്ടാണ് കരുതുന്നത്. കാഠ്മണ്ഡുവിലെ തന്നെ ദർബാരി സ്ക്വയറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലഭൈരവന് തൊട്ടു പുറകിലായി വലിയ ഒരു വളരെ ഭീകരമായ രൂപത്തിൽ മുഖം മാത്രം കാണാവുന്ന രീതിയിൽ ശ്വേതഭൈരവനെ കാണാം. ശ്വേതഭൈരവന്റെ മുഖം വർഷത്തിൽ എല്ലാ നാളും കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തടി കൊണ്ടോ ചൂരൽ കൊണ്ടോ ഉണ്ടാക്കിയ കർട്ടൻ കൊണ്ട് മറച്ചിടുകയാണ് പതിവ് സാധാരണ. എന്നാൽ വർഷത്തിലൊരിക്കൽ ഇന്ദ്രയാത്ര എന്നൊരു പ്രത്യേകമായ ഒരു ആചാരമുണ്ട് ഇവിടെ, ഇന്ദ്രജാത്ര എന്നറിയപ്പെടുന്നു. ആ ദിവസം മാത്രം ഈ കർട്ടനുകളെല്ലാം മാറ്റുകയും അന്ന് എല്ലാവർക്കും ശ്വേതഭൈരവനെ കാണാനാകുമെന്നൊരു വിശ്വാസമുണ്ട്. ഏതായാലും ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ 3 തട്ടുള്ള ശ്രീകോവിലിന്റെ ഒരു പ്രധാന ശ്രീകോവിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ ഒരു കുഴി, താഴേക്കുള്ളൊരു കുഴി മാത്രമേ കാണാനായുള്ളൂ. അതിലൊരു പാറയുടെ സ്വയംഭൂവായുള്ള പാറയുടെ കഷ്ണങ്ങൾ കാണുന്നല്ലാതെ വിഗ്രഹങ്ങൾ കാണാനായില്ല. ഒരുപക്ഷെ ഇങ്ങനൊരു വിശ്വാസം ഉണ്ടാകാം, ഇന്ദ്രജാത്രയുടെ ദിവസം മാത്രമേ ആ വിഗ്രഹം ഏവരും കാണാൻ പാടുള്ളൂ എന്ന്. പക്ഷേ എന്നാലും ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത, എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മൂർത്തി എന്താണോ ആ മൂർത്തിയെ തന്നെയായിരിക്കും അതിൻ്റെ മുകളിലത്തെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെളുത്ത നിറത്തിലുള്ള ഭൈരവനെ ശ്വേത ഭൈരവനായി തന്നെ കാണാം. ഭൈരവന്റെ ഇരുവശത്തുമായി ഗണപതിയും സുബ്രഹ്മണ്യനുമാണ്. ആ മുകൾ തട്ടിൽ ഗണപതിയും സുബ്രഹ്മണ്യനെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും, കാരണം മയിൽ വാഹനമായി നിൽക്കുന്നുണ്ട്. എന്നാൽ ആ വാതിലിൽ, ശ്രീകോവിലിന്റെ വാതിലിൽ ഗണപതിയോടൊപ്പം സുബ്രഹ്മണ്യൻ നിൽക്കുമ്പോൾ സുബ്രഹ്മണ്യന്റെ രൂപം പോലും വ്യത്യസ്തമായ ആ ഒരു, നമ്മൾ പറഞ്ഞുവല്ലോ, ഒരു ഹിമാലയത്തിന്റെ ആന്തരിക ഹിമാലയത്തിലെ അഗൂഢ പൂജകളുടെ സമ്പ്രദായത്തിലുള്ള ഒരു വിഗ്രഹ സ്വരൂപമായിട്ടാണ് കാണാനാവുന്നത്. ഏതായാലും ശ്വേതഭൈരവനെ ഇങ്ങനെ കണ്ടുകൊണ്ട് ദുലിക്കേൽ എന്ന ഒരു പ്രദേശത്ത് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ഇവിടെ നിന്ന് അനുവാദം വാങ്ങിക്കൊണ്ട് നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ശ്വേതഭൈരവനും നമ്മളെ അനുഗ്രഹിക്കണമെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ യാത്ര, ഇതൊരു ചെറിയ ശ്രീകോവിലായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ കാഴ്ചയിൽ നമുക്ക് മറ്റു വളരെ വിശാലമായ പല കാഴ്ചകളും ദുലിക്കേലിൽ ഉണ്ട് എങ്കിലും ശ്വേതഭൈരവന്റെ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദുലിക്കേലിന്റെ ആത്മചൈതന്യം ഇവിടെയാണ് കുടികൊള്ളുന്നത്. ഹിമവൽ സാനുക്കളിലെ ഓരോ ദിവസവും അർത്ഥമേറിയതാവുകയാണ്. ദുലിക്കേൽ എന്ന ഗ്രാമത്തിൽ എന്താണ് കാണാനുള്ളത് എന്ന അന്വേഷണം നിത്യവും നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഞങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് പല ക്ഷേത്രങ്ങളിലേക്കാണ് പോയത്. അതിൽ പെട്ടെന്നൊരു ദിവസമാണ് ചണ്ഡേശ്വരി എന്ന സാന്നിധ്യം ഇവിടെ ശക്തമായിട്ട് ഉപാസിക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള ചണ്ഡേശ്വരി ക്ഷേത്രത്തിലെത്തുമ്പോൾ ഈ ഒരു കവാടമാണ് ആദ്യം കാണുന്നത്. 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എങ്കിലും ഒരു വഴികളൊക്കെ ആകെ മോശമായതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തു. എന്നാലും വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് ജലശായി വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ശയന വിഷ്ണു ഇവിടെയും അതുപോലെ തന്നെ നാഗസ്വരൂപത്തിന് മുകളിൽ, നാഗത്തിന് മേൽ ശയിക്കുന്ന രീതിയിൽ തൊട്ടരികിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയും അതിൻ്റെ തീരത്തെ ആ വിഷ്ണുവിൻ്റെ ശയനവും ഒക്കെ കണ്ട് പിന്നീട് നമ്മൾ ചണ്ഡേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ചണ്ഡേശ്വരി ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിൽ തന്നെ ആ ഒരു പുരാതനമായ ഒരുപാട് നിർമ്മിതികൾ കാണാം. ഈ ഒരു പല കാലഘട്ടങ്ങളിലെ നിർമ്മാണങ്ങളുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിലും പുരാതനമായ ക്ഷേത്രമാണിത്. 17-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം ഏറ്റവും പുതുതായി നിർമ്മിക്കപ്പെട്ടത്. പക്ഷേ 2015 ഭൂചലനത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുണ്ട്. ദുലിക്കേലിലൊരു പഴയ പട്ടണമൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഈ ഭൂചലനങ്ങൾ, തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ കാരണം പലതും നശിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പുതുതായുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണാനുള്ളത്.
ഏതായാലും പാടമൊക്കെ ഇന്നും ബാക്കിയാണ്, കൃഷിപ്പാടങ്ങളൊക്കെ ബാക്കിയാണ്. ആ വഴിയിലൂടെ വന്ന് ജലശായിയായ വിഷ്ണുവിനെ ബൈൽ നാരായണൻ എന്ന നാമത്തിൽ കണ്ടുകൊണ്ട് ചണ്ഡേശ്വരി ക്ഷേത്രത്തിന് തിരുമുന്നിലെത്താണ്. ഇതിനകത്ത് നമുക്ക് എന്ത് അത്ഭുതമാണ് കാണാനുള്ളതെന്ന് നോക്കാം. ഭഗവതി ചണ്ഡാസുരനെ നിഗ്രഹിച്ച പ്രദേശമാണ് ഇത് എന്നുള്ള ഐതിഹ്യത്തെ അറിഞ്ഞുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാം. ചണ്ഡീശ്വരിയെ ദർശിക്കുവാനായി ചണ്ഡീശ്വരി ക്ഷേത്രഭൂമിയിലെത്തിയ നമുക്ക് ശ്രീകോവിലിനകത്ത് വിസ്മയം ജനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. അകത്തെ നടുമുറ്റവും ഇവിടുത്തെ തൂണുകളും തൂണുകൾക്ക് മേലെ സിംഹരൂപവും വ്യാഘ്രരൂപവും മയിലിൻ്റെ രൂപവും ഒക്കെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും നമ്മളെ വിസ്മയിപ്പിക്കുന്നത് ശ്രീകോവിലിനകത്തേക്ക് കയറുമ്പോഴാണ്. ഈ ക്ഷേത്രം ഏറ്റവും പുതുതായി നിർമ്മിച്ചത് 17-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അത്രയും പഴക്കമൊന്നുമല്ല ഉള്ളത് എന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം. അകത്തേക്ക് കയറുമ്പോൾ ശരിക്കും മാ കാമാഖ്യ ക്ഷേത്രത്തിലെ ആ മനോഭവ ഗുഹയ്ക്കുള്ളിൽ കയറുമ്പോൾ എന്തനുഭവമാണ് നമുക്കുണ്ടാകുന്നത്, അതുപോലെ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറുന്നത് പോലെ ശരിക്കും ഒരു അമ്മ എന്നുള്ള ഭാവം. അല്ലെങ്കിൽ പല മന്ത്രങ്ങൾ, ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ കുറച്ച് തിബറ്റൻ സന്യാസിമാരായിരുന്നു മന്ത്രങ്ങൾ ജപിക്കുകയായിരുന്നു. മന്ത്രത്തിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല എങ്കിലും മന്ത്രത്തിന്റെ ശബ്ദങ്ങളുടെ തരംഗം ആ പ്രദേശത്തെ ഒന്ന് വല്ലാതെ ഇങ്ങനെ ഉലയ്ക്കുന്നുണ്ടായിരുന്നു. നേരെ തന്നെ നമുക്ക് കാണാനാകുന്നത് ചണ്ഡീദേവിയുടെ വിഗ്രഹമാണ്. ആ വിഗ്രഹമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാശിയിൽ പോകുമ്പോൾ സങ്കടമോചന ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാന്റെ വിഗ്രഹം കാണുമല്ലോ, സമാനമായ രീതിയിലാണ് 2 കണ്ണുകളും തൃക്കണ്ണുകളോടും കൂടിയിട്ടുള്ള ദേവിയുടെ വിഗ്രഹമുള്ളത്. ഒരു ചെറിയൊരു മുഖം, ഒരു പ്രത്യേക ആകൃതിയുള്ള മുഖം മാത്രമേ ഉള്ളൂ, ഓറഞ്ച് നിറമാണ് ഉള്ളത്. അതിന്റെ മറ്റൊരു വശത്തായിട്ട് ശീതളാദേവി ഇരിപ്പുണ്ട്. ചണ്ഡീദേവി ഇരിക്കുന്നതിനും ശീതളാദേവി ഇരിക്കുന്നതിനും അകത്തായി ഒരു ഗുഹ പോലുള്ള പ്രദേശത്ത് ഹനുമാൻ ശരിക്കും ഒരു വാനര രൂപത്തിൽ, ഹനുമാൻ എന്ന് നമുക്ക് പറയാനാവില്ല, പക്ഷെ വാനര രൂപം, അവർ പറഞ്ഞു അത് ആഞ്ജനേയനാണ് എന്ന്. പിന്നെ ശിരസില്ലാത്ത നിരവധി സ്ത്രീ രൂപങ്ങൾ, ആ രൂപങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്കൊരു നിഗൂഢമായ ഒരു ചൈതന്യത്തിന്റെയോ ശക്തിവിശേഷങ്ങളുടെയോ ഒക്കെ ഒരു പ്രകമ്പനം കൊള്ളത് അനുഭവിക്കാനാകും. അത് കഴിഞ്ഞ് പിന്നീട് വേറൊരു അറയുണ്ട്, അകത്തേക്ക് കയറിയാൽ മറ്റൊരു അറയുണ്ട്. അവിടെ മഹാകാളി, ഇന്ദ്രാണി എന്നിങ്ങനെ ദേവതമാരുള്ളതിനോടൊപ്പം ശയന പരാശക്തി, നമ്മൾ ഗയയിലാണ് ശയന പരാശക്തി അല്ലെങ്കിൽ കാണാം, ഇവിടെ ശയിക്കുന്ന പരാശക്തി രൂപം കാണാം. അതുപോലെ നിരവധി വിഗ്രഹങ്ങൾ ശിരസില്ലാതെ നിൽക്കുകയാണ്. ചണ്ഡീദേവിയുടെ ഈ സാന്നിധ്യം ശരിക്കും ഒരു പ്രത്യേകമായ ചൈതന്യത്തെ നമ്മളിലേക്ക് പകർന്നു തരും. ചണ്ഡാസുരനെ നിഗ്രഹിച്ച ആ ശൂലം ഇവിടെ ഇന്നും സൂക്ഷിക്കുന്ന ഭഗവതി അതേ ഭാവത്തിലാണ്, എല്ലാ തിന്മകളെയും നിഗ്രഹിക്കുന്ന ഭാവത്തിലാണ് ഈ ഒരു തിരുനടയിൽ നിലകൊള്ളുന്നതാണ്. തൊട്ടടുത്തായി നമുക്കൊരു ശിവക്ഷേത്രം കാണാം. ഇവിടെ ഈ ശിവക്ഷേത്രത്തിലാണ് ചണ്ഡാസുരനെ വസിക്കുന്നത്. ചണ്ഡമുണ്ടാസുരന്മാരിൽ ചണ്ഡാസുരൻ ഒരു ആരാലും വധിക്കപ്പെടുക, സ്ത്രീകളാൽ വേണമെങ്കിൽ മരണം വന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോഴാണ് ഭഗവതി വന്നതും ഭഗവതി ചണ്ഡാസുരനെ നിഗ്രഹിക്കുന്നതും. ഈ നിഗ്രഹിച്ച സമയത്ത് ആ ഉടല് കീറി പിളർന്നെടുക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് 3 ശിവലിംഗങ്ങൾ ഒന്നായി ചേർന്ന് ഒരു ശിവലിംഗം ഉണ്ടായി വന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ള എല്ലാത്തിലും 3 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചണ്ഡാസുരനിൽ ഉണ്ടായിരുന്ന ആ 3 ശിവലിംഗങ്ങൾ പെട്ടെന്ന് ശക്തിഭാവത്തിൽ വരികയും ആ ശിവലിംഗങ്ങൾ ഭഗവതിയുടെ ചൈതന്യത്തോടു കൂടി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചണ്ഡീശ്വരി ക്ഷേത്രത്തിലെ മഹാദേവനും പ്രാധാന്യമുണ്ട്. ചണ്ഡീശ്വരി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന്, ഈ ക്ഷേത്രത്തിന്റെ ഗർഭശ്രീകോവിലിന്റെ പുറം ചുമരുകളിൽ ഒന്നിൽ ആലേഖനം ചെയ്തിരിക്കുന്ന അതിമനോഹരമായ ഭൈരവ ചിത്രമാണ്. ഇതൊരു ചുവർ ചിത്രമാണ്, മനോഹരമാണ്, വളരെ വലിപ്പമുള്ള രൂപമാണ്. ഭൈരവ സ്വരൂപത്തെ പല കൈകളോട് കൂടിയിട്ടാണ് നമുക്ക് കാണാം. അഷ്ടഭുജ ഭൈരവൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്ന. 8 കൈകളുണ്ട്. ആ അഷ്ടഭുജ ഭൈരവ സ്വരൂപത്തെ നമ്മളിങ്ങനെ വ്യക്തമായി കാണുകയാണ് ഇവിടെ. അഷ്ടഭുജ ഭൈരവൻ നിൽക്കുന്നത് ഒരു അസുരന് മേലെയാണ്. ആ മുഖത്തിന് നേരെയും അതുപോലെ തന്നെ കാലിലുമായിട്ട് പാദങ്ങൾ വെച്ചിട്ടാണ് ഭൈരവൻ നിൽക്കുന്നത്. ഭൈരവന്റെ സദാ സാന്നിധ്യമാകുന്ന നായ്ക്കളുടെ ചിത്രവും ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാം ചേരുന്നുണ്ട്. അതുപോലെ ഗണപതി സാന്നിധ്യമുണ്ട്, സുബ്രഹ്മണ്യ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഭൈരവൻ ശൈവതത്വമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വലിയ ചുവർ ചിത്രം ഇവിടുത്തെ ഒരു വലിയ ആകർഷണമാണ്.
നേപ്പാളിൽ ഇത്രയും വലിപ്പമുള്ള ഭൈരവന്റെ ചിത്രം, ചുവർചിത്രം മറ്റൊന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. വർഷാവർഷം ഈ ചുവർചിത്രങ്ങളിൽ പുതിയ നിറം കൊടുക്കുന്നത് തന്നെ ഇവിടുത്തെ ഒരു വലിയ ആഘോഷമാണ്. ഓരോ വർഷവും പുതിയ നിറം കൊടുക്കണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചണ്ഡേശ്വരി ക്ഷേത്രത്തിലെ ഈ ഭൈരവൻ, ആ കണ്ണുകളൊക്കെ ശരിക്കും ചിത്രമാണ് എങ്കിലും കണ്ണുകളിൽ ശരിക്കും നമുക്ക് വെള്ളി ചാർത്തി നമ്മളുടെ ആ ഒരു തെയ്യ രൂപങ്ങളിലൊക്കെ കണ്ണ് വെക്കില്ലേ, അതുപോലെ തന്നെ കണ്ണും തൃക്കണ്ണും ചാർത്തിയിട്ടുണ്ട് ഭൈരവന്. ഒരു പ്രത്യേകമായ ശക്തിയുണ്ട്. ഇതൊരു വെറും ചിത്രമല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരുപാട് പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ഒന്ന് ഏറെ താഴെ 3 വായുവറകളിലായിട്ട് അകത്തെ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ നമുക്ക് ചെറുതായി കാണുകയും ചെയ്യാം. ഏതായാലും ഭൈരവന്റെ ഈ ചിത്രത്തിന് മുന്നിൽ വന്ന് നിരവധി പേർ പ്രാർത്ഥിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. ഭൈരവൻ തീർച്ചയായും ശക്തി സ്വരൂപത്തിൽ തന്നെയാണ് ചുവർ ചിത്രമായി നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാം. Moksha, Journey to the Self.